ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നും ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് കേട്ടോ. ഇന്നപ്പോൾ നമ്മുടെ വിഹാന് ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ് നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെയാണ്, ബ്രൈറ്റ് റൈഡേഴ്സ് സ്കൂളിലാണ് വിഹാന് അഡ്മിഷൻ എടുക്കാൻ പോണത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് പോണത്. അപ്പോൾ വിഹാൻ ഭയങ്കര എക്സൈറ്റഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അവരുടെ സൈറ്റിലൊക്കെ കയറി രജിസ്റ്റർ ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ അവർ നമുക്കൊരു ഡേ തരും സ്കൂൾ ടൂറിന് വേണ്ടിയിട്ട്. അങ്ങനെ സ്കൂളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമുക്ക് അഡ്മിഷൻ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നാണ് സ്കൂൾ ടൂർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്കൂൾ കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ, അപ്പോൾ സ്കൂളൊക്കെ കണ്ടിട്ട് വരാം. നമ്മളവിടെ ഇഷ്ടപ്പെട്ടാൽ നല്ല, നമ്മളവിടെ തന്നെയാണ് എന്തായാലും അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്. ഓൾറെഡി സൈറ്റിലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടുള്ളത് തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്തുമാണ്, വേണമെങ്കിൽ നടന്നിട്ട് പോവാം. ഇപ്പോൾ ഒരു മോർണിംഗ് ടൈം ആയ കാരണം ചൂടൊന്നുമില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ രാജേഷേട്ടന് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആയ കാരണം രാവിലെ വേറെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ നമ്മളങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പാപ്പുൻ്റെ സ്കൂൾ കാണാൻ പോവാണ്. പിന്നെ ഇനി അവിടെ പോയാൽ അവിടെ ഇനിയിപ്പോൾ എത്ര പേരുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. വീഡിയോ എടുക്കാൻ പറ്റുമോ അതൊന്നും അറിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പോൾ എന്തായാലും പോകണ വഴി അങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അവിടെ പോയപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ വേറെ പേരൻസും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരാൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി തരാനും എല്ലാത്തിനെ പറ്റി പറയാനും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ സ്കൂൾ മൊത്തം കണ്ടു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. പിന്നെ ഒരു അക്കാഡമിക് ഇയറിൽ ഉണ്ടാവുന്ന എല്ലാ മീറ്റിങ്സിനെ പറ്റിയിട്ടും ഓരോ ഫങ്ഷൻ, ആനുവൽ ഫങ്ഷനും യൂത്ത് ഫെസ്റ്റിവലും അതിന് എല്ലാത്തിനെ പറ്റിയിട്ടും അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാപ്പുവിനെ അപ്പോൾ സ്കൂളൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ തന്നെ അവിടെ നിൽക്കണം എന്നുള്ള ഇപ്പോൾ തന്നെ അവിടെ നിൽക്കണം എന്നായിരുന്നു കേട്ടോ. അവിടുത്തെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പോയി സമ്മറൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻഡോറിൽ പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഡോറിൽ തന്നെ മണ്ണൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ മണ്ണിൽ കളിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ആയിട്ട് ഇട്ടിട്ട് പിന്നെന്താ, പിന്നെ ഇൻഡോറിൽ തന്നെ അവർ ഇങ്ങനെ ഫുട്ബോൾ കോർട്ടും ബാസ്ക്കറ്റ് ബോൾ അതൊക്കെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ, മ്യൂസിക് ക്ലാസ്, ഡാൻസ് ക്ലാസ്, പിന്നെ ആർട്ടിന് ഏരിയ, യോഗ, അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ക്ലാസ് റൂംസ് കാണിച്ചു തന്നു. അപ്പോൾ ക്ലാസ് റൂമിലും അതിൻ്റെ സൈഡ് ബോൾസിലൊക്കെ മുമ്പത്തെ കുട്ടികളുടെ ക്രാഫ്റ്റും ആർട്ടും അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ സ്കൂള്. അപ്പുറത്തേക്ക് നമുക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ ഇത്ര വഴിയേ ഉള്ളൂ കേട്ടോ ശരിക്കും നടക്കാൻ. പക്ഷേ ഇപ്പോൾ ചൂടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊന്നും അങ്ങനെ നടന്നിട്ടൊന്നും വരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പാപ്പുവിന് എന്തായാലും സ്കൂൾ ബസ്സിൽ തന്നെയാണ് വിടണത്. അപ്പോൾ പിന്നെ നമുക്ക് പോയി കൊണ്ടുവരേണ്ട ടെൻഷനൊന്നും ഇല്ലല്ലോ. ഇവിടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് വിടും. അങ്ങനെ